എനിക്കിപ്പോ രസകരമായിട്ട് തോന്നുന്ന ഒറ്റ മുഖത്തേ ഉള്ളൂ, കസേര കളി. Chasing stars and holding you. I can't see the end, but we'll see it through. ഹൈദർക്കയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. വീഡിയോ കണ്ടിട്ട് ഒന്നും അവിടെ ഒരു ഭാരമായിട്ട് അതിന്റെ ഏറ്റവും വലിയ രസം വെച്ചാ കസേര കളി. ഞാനല്ല, നമുക്ക് മത്സരം തുടങ്ങാണ് കേട്ടോ. ഒന്നാം സമ്മാനം പ്രൊഡ്യൂസർ നൽകുന്നത് 1001 രൂപയാണ്. അപ്പോ ആ വീഡിയോ നമ്മൾ കസേര കളിച്ചത്, ആ വീഡിയോ അജു വിശാഖന് അയച്ചു കൊടുത്തു. വിശാഖ് എണ്ണ അയച്ചു കൊടുക്കുന്നു. 2 കസേരയും 3 പേരുമായിട്ട് മത്സരം നടത്തിയാണ്. ഇനിയാണ് മത്സരം. അപ്പൊ വിശാഖ് എന്നോട് പറഞ്ഞു, അളിയൻ എന്നോട് പറഞ്ഞു, അളിയന്റെ കസേര കളി നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു എന്നോട്. തമാശയില് ദിവ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ വിശാഖ അയച്ചെന്ന് എനിക്കറിയാം, കസേര കളി കാണാൻ വേണ്ടി. ഓ, ഇവിടെ ആരും കസേര കളിയുണ്ട്, അവൻ മനഃപൂർവ്വം നിന്റെ അടി വാങ്ങാതെ കാണിക്കാൻ പരാതിയായിട്ട് അയച്ചതാണ്. ഞാന് അപ്പൊ പാര പോയിരിക്കുന്നത് നൻപനാണ്, പാര വെച്ചത് നിങ്ങള്. ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ് നമ്മൾ. എന്നെ കസേര കളിപ്പിച്ച് അത് വീഡിയോ അയച്ച് അത് അപ്പൊ തന്നെ. എന്റെ ഏറ്റവും രസം അറിയാമോ, നമ്മള് കസേര കളിക്കുന്നു, അത് നിങ്ങൾ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്? ഇന്റർനെറ്റിന് പോലും ഇല്ലല്ലേ. അന്നത്തെ ദിവസം ഇടം പറഞ്ഞ അനുസരിച്ച് ഈ പടം നടക്കില്ല. അങ്ങനെ ഒരു സിനിമ തന്നെ നിങ്ങൾ ഇല്ലാണ്ടാക്കി. അപ്പോഴാണെങ്കിൽ സെറ്റ് വർക്ക് നടന്ന് ഏകദേശം 1.5-2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ 2 കോടി രൂപ നഷ്ടപരിഹാരം ഞങ്ങൾ തരേണ്ടി വന്നു. ആ കസേരകളിയാണ്ട് ഒരു സംസാരം ഉണ്ടേ, അതിലൊരു അച്ചടക്കം ഉണ്ടായപ്പോ ഇല്ലേ? അങ്ങനെ കേൾക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളിവിടെ ഉണ്ടോ? കസേര കളി കൊണ്ടാണ് ട്രാൻസ്ഫർ പെട്ടെന്ന് ഫാസ്റ്റ് ആയതെന്നുള്ളത്. എന്ത് സംശയിക്കണം? അല്ല, അത് കഴിഞ്ഞപ്പോ അത് ഹൈദർക്ക പറഞ്ഞ കറക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വഴിത്തിരിവായിരുന്നല്ലേ. തുടക്കം ഗുണം ചെയ്തു. എന്ത് സംശയിക്കണം? ഒരു പടം തന്നെ ഇവിടെ എന്റെ ജീവനന്ന് പോയത് 2.5 കോടിയുടെ സെറ്റും വെച്ചിട്ട്. വേണം നമുക്ക് ഈ 4 കസേര എടുത്തുകൊണ്ട് ഒന്നുകൂടിയല്ലോ. 10-ാം തീയതി നമുക്ക് 11-ാം തീയതി കഴിഞ്ഞിട്ട് ഓടാം. സമ്മതിക്കില്ല.